Adobe Illustrator നെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിലെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർട്ട് ബോർഡ് മാനേജ്മെൻറ്റ്, ആർട്ട് ബോർഡുകൾക്ക് നമുക്ക് അറേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ പല ഓപ്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് നമുക്ക് പല സിറ്റുവേഷൻസിലും നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും. അപ്പോൾ നമുക്കത് പോയി നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചതാണ് ആർട്ട് ബോർഡ് ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ടൂളാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ മാത്രം ചുറ്റിയിട്ട്, അതായത് ഇങ്ങനെ ചേർന്ന് ഇരുന്ന് ഒരു ആർട്ട് ബോർഡ് വേണം, ചുറ്റും അതേപോലെ വരുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വയ്ക്കാം. പക്ഷേ അതിനെക്കാട്ടിയും എളുപ്പം ഒരു വഴിയുണ്ട്. അതിന് നമ്മൾ ചെയ്യാനുള്ളത് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ആർട്ട് ബോർഡ് ടൂൾ എടുത്തിട്ട് ഇവിടെ ആർട്ട് ബോർഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ കസ്റ്റം എന്ന് ആയിരിക്കും കിടക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് ഫിറ്റ് ടു സെലക്റ്റഡ് ആർട്ട് എന്ന് പറയുന്നത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ വരച്ച ആ ഒരു ഇത് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ആർട്ട് ബോർഡ് വരുന്നത്. അതിൽ എക്സാക്റ്റ് ആ ഒരു പൊസിഷനിലായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പ്രീസെറ്റ് ഓപ്ഷൻസ്, അതായത് A4 സൈസ്, ലെറ്റർ, ലീഗൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കുമ്പോൾ വരില്ലേ, അതേപോലത്തെ ഓപ്ഷൻസൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി ഞാൻ Ctrl+Z കൊടുത്ത് പഴയ പോലെ ആക്കുകയാണ്. ഇനി ഞാൻ സൂം ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 2-3 കോപ്പി ക്രിയേറ്റ് ചെയ്യണം. 1, 2, കൂടെ ഇങ്ങോട്ടിരുന്നോട്ട്, 3, 4, 5 കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് ഇല്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ റീഅറേഞ്ച് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ആർട്ട് ബോർഡ് ടൂളായിരിക്കണം സെലക്ട് ചെയ്തിരിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇവിടെ റീഅറേഞ്ച് ഓൾ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എത്ര കോളം വേണം, അതായത് 1, 2, 3 അങ്ങനെ വരുന്നതാണ് കോളം. അപ്പോൾ ഇതിൽ ഞാനിപ്പം 3 കൊടുക്കാം, അതായത് 1, 2, 3 കോളം വരണം. അപ്പോൾ നമുക്ക് എത്ര വേണം കൊടുക്കാം, അതനുസരിച്ച് ഇത് റീഅറേഞ്ച് ആയിക്കോളും. ഇത് ലേ ഔട്ട് എങ്ങനെ വേണം വരാനെന്ന്, അതായത് ഇതിപ്പോൾ Z പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും, നേരെ ഇങ്ങനെ വന്നിട്ട് 4 ഇവിടെ വരും, 5 ഇവിടെ വരും, 6 ഇവിടെ വരും, അടുത്തതിൽ ഇങ്ങനെ പോയിട്ട് ആ രീതിയിൽ. ഇതാണെങ്കിൽ 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും, 4 ഇവിടെ വരും, 5 ഇവിടെ വരും, അങ്ങനെ ആ രീതിയിലായിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓർഡർ കൊടുക്കാം. ഇതിനെക്കുറിച്ച് നമ്മളിപ്പം കൺഫ്യൂസ്ഡ് ആവണ്ട, അത് നിങ്ങൾക്ക് അത് എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ ഇവിടെ കോളം നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. സ്പേസിങ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പില്ലേ, ഓരോ ആർട്ട് ബോർഡ് തമ്മിലുള്ള ഗ്യാപ്പാണ്. അപ്പോൾ അത് ഞാനൊരു 30 കൊടുക്കാം. ഇവിടെ മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ നമ്മളിതിൽ വരച്ചിരിക്കുന്ന സംഭവം, അല്ലെങ്കിൽ അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആർട്ടും കൂടെ അതിൻ്റെ ഒപ്പം റീഅറേഞ്ച് ആവും. അത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആർട്ട് ബോർഡ് മാത്രമേ റീഅറേഞ്ച് ആവും. ഞാനിത് ഓക്കെ കൊടുക്കാൻ പോവുകയാണ്. ഉണ്ടല്ലേ, ഇപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റിലും അലൈൻമെൻറ്റിലും അത് കിട്ടി. ഇനി നമുക്കിതിൽ കുറേ ആർട്ട് ബോർഡുണ്ട്. അതിൻ്റെ എല്ലാം സൈസ് ഒരേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരേപോലെ മാറ്റണമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോയിൽ പോയതിന് ശേഷം ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ആർട്ട് ബോർഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഇതിലിപ്പോൾ നമുക്ക് ഈ എല്ലാ ആർട്ട് ബോർഡും, നമ്മളിവിടെ വരച്ചിട്ടുള്ള എല്ലാ ആർട്ട് ബോർഡും ഇവിടെ കാണാൻ പറ്റും. 6 ആർട്ട് ബോർഡാണുള്ളത്, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് ഈ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത റീഅറേഞ്ച് എന്ന് പറയുന്ന അതേ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻ ഇവിടെ ഒന്നും ഈ ഓപ്ഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഇനി ആർട്ട് ബോർഡിൽ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ലാസ്റ്റ് വരെ കൊണ്ടുപോയാൽ എല്ലാം സെലക്ട് ചെയ്യാം. ഇനി ഞാനിവിടെ ആർട്ട് ബോർഡ് ടൂൾ എടുക്കുന്നു. ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനിതിൽ സൈസ് മാറ്റുകയാണ്.
ഇത് ഞാൻ 500 എന്നാക്കിയെന്ന് വെച്ചോ. കണ്ടില്ലേ, എല്ലാത്തിലും സൈസ് മാറി. ഇപ്പം ഞാനത് Ctrl+Z കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ 1080 തന്നെ കൊടുക്കാം. എന്നിട്ട് എനിക്ക് ഒരു 3 എണ്ണത്തിൽ മാത്രം മാറ്റിയാൽ മതി. ആദ്യത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, 3 എണ്ണം. ഞാൻ നമ്പർ പറഞ്ഞത് തെറ്റിയെന്ന് തോന്നുന്നു. 3 ആർട്ട് ബോർഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇതും. അപ്പോൾ അതിൻ്റെ മാത്രം വേണമെങ്കിലും എനിക്കിനി ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള, അലൈൻമെൻ്റ് അല്ല, അതിൻ്റെ എന്താണ് പറയുന്നത്, ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് എന്ന് പറയില്ല, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം അതറിയണമെങ്കിൽ ഞാനിത് ഒരു 500 തന്നെ കൊടുക്കാം. 500 കൊടുത്തു. ഇതിപ്പോൾ പോർട്രേറ്റ് മോഡിലാണ് കിടക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറും. കണ്ടില്ലേ, അതാണ് ആ ഒരു ബട്ടൻ്റേത്. നമ്മളിത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇത് ക്രിയേറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ആർട്ട് ബോർഡ് ഇവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതും കൂടെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ കൊടുക്കുകയാണ്. കറക്റ്റ് അതേപോലെ വന്നു. നമ്മൾ മറ്റ് ഒബ്ജക്റ്റുകൾ എങ്ങനെ അലൈൻ ചെയ്യുന്നു അതേപോലെ ഇതിനെയും അലൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്ത് അലൈൻ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ അതേപോലെ നമുക്കിതിലും അലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഞാനെല്ലാം പഴയ പോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വരച്ച് വന്നു. ഇതെല്ലാം ഓരോ ഇമേജസ് ആണ്. നമ്മൾ ലാസ്റ്റ് ഞാനിവിടെ ഒരു ഇമേജും കൂടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഈ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇവിടെ 3ാമത്തെ സ്ഥാനത്താണ് വരേണ്ടത്. പക്ഷേ ഇത് ലാസ്റ്റാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ PDF ഒക്കെ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ പേജ് വരുന്ന ഒറ്റ PDF ആയിട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആർട്ട് ബോർഡിൻ്റെ നമ്പറിലായിരിക്കും PDFൻ്റെ പേജ് നമ്പർ പോകുന്നത്. ആദ്യത്തെ ആർട്ട് ബോർഡ്, രണ്ടാമത്തെ ആർട്ട് ബോർഡ്, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ആ സമയത്ത് നമുക്കിപ്പോൾ ഇടയ്ക്കൊരു പേജ് കയറ്റണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ കണ്ട പോലെ തന്നെ വിൻഡോയിൽ പോയതിന് ശേഷം ആർട്ട് ബോർഡ്സ് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ 3ൻ്റെ അവിടെയാണ് വരയ്ക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ കൊടുക്കുക. താഴോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ താഴെയാണ് വന്നത്. അപ്പോൾ 2ൻ്റെ ഇവിടെ കൊടുത്തിട്ട് പ്ലസ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ഇടാൻ പറ്റും. ആർട്ട് ബോർഡ് സെലക്റ്റഡ് ആയിട്ട് വരും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ആരോ കീസ് ഉപയോഗിച്ചും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടും പറ്റും. ഒരു ആർട്ട് ബോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റും ആവും. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരച്ച ഒരു ആർട്ട്, ഇത് ഡിലീറ്റ് ആയതാണ്. നമ്മൾ ഡിലീറ്റ് കൊടുത്താണ്. ലാസ്റ്റ് വരച്ച ഒരു ആർട്ട് ബോർഡാണ് ഈ കിടക്കുന്നത്. നമ്മൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെയാണ് ഇത് കിടക്കുന്നതെങ്കിലും ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നേനെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അറിയാം 1 2 ഇവിടെ 4 ആണ് കിടക്കുന്നത്, ഇവിടെ 3. അതായത് ഇപ്പോൾ PDF എക്സ്പോർട്ട് ആകുമ്പോൾ 1 2 3 4 അങ്ങനെ തന്നെ എക്സ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴേ ഓർത്തിരിക്കും. ഇത് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളത് ഓർത്തിരിക്കാൻ സഹായിക്കും, നമ്മളത് നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.